നമ്മൾ വെള്ള നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാവേ. സെസ്മി ഓയിൽ എള്ളെണ്ണയ്ക്കകത്ത് കഴുകി തിളച്ച നാരങ്ങ മാറ്റിയെടുക്കും. ഇത് ലൈമാണ് മാറ്റിയെടുക്കുന്നില്ല, ഉരുട്ടിയെടുക്കുന്നത്. നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. നമുക്ക് തുടച്ച് വെക്കാവേ. എണ്ണ നമുക്കിതിനെ ചെയ്തോളാം. കൈ കഴുകി വൃത്തിയായി വേണം. ആ പ്ലേറ്റ് ക്ലീൻ ആയിരുന്നു. ആ പ്ലേറ്റ് ക്ലീനാണ്. പുതിയ പ്ലേറ്റ് ഇപ്പോൾ എടുത്ത് ഉണങ്ങിയ പ്ലേറ്റ്. നല്ലെണ്ണ മൂക്ക് കളയുക. നമ്മളിതിനെ അരിഞ്ഞിട്ട് ഉപ്പ് തിരുമ്മി വയ്ക്കും. നാളെ നമ്മൾ അച്ചാറിടും. ഉപ്പ് തിരുമ്മിട്ട് നമുക്ക് എടുക്കാം. നാളായിട്ട് കുറച്ചിട്ട് കുഞ്ഞതായിട്ട് മുറിക്കണേ. നാരങ്ങയെല്ലാം ഞാൻ അരിഞ്ഞിങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വെച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പിടാവേ. കുറച്ചധികം ഉപ്പിടുക. ഇനി ഇതിനെ നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. ഉപ്പ് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നാളെ വൈകുന്നേരമാണ് അച്ചാറിടാൻ പോണത്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ഞാനിത് എല്ലാം പുരട്ടി വെച്ചിരിക്കുന്നത്. ഒരു 24 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് നാളെ അച്ചാറിടാം. നമ്മളിപ്പോൾ വെള്ളനാരങ്ങ അച്ചാറിടാൻ പോകണേ. ഇത് നമ്മൾ ഇന്നലെ എള്ളെണ്ണ വാട്ടിയ നാരങ്ങ മുറിച്ചിട്ട് ഉപ്പ് തിരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്ത് എള്ളെണ്ണ ഒഴിച്ചിട്ടുണ്ട്, സെസമി ഓയിൽ. നമുക്ക് കടുകിടാം, ഉലുവായി ഇടാം. കുറച്ച് ഇഞ്ചി ഇടാവേ. നമുക്ക് വെളുത്തുള്ളി ഇടാവേ. നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കുറച്ചധികം. അധികം വെളുത്തുള്ളിയെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില കാന്താരിമുളക് ഇടാം. പ്രത്യേകിച്ച് നമ്മൾ കാണിച്ച കാന്താരിമുളകിൻ്റെ അറ്റം നമ്മളിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലേ, പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ ആദ്യം മെച്ച് വെക്കുമായിരുന്നു അല്ലേ. ഇനിയിട്ടത് കഴുകിയിട്ട് തുടച്ചാണ് പച്ചമാരിക്ക് വെള്ളം. ഇതിനകത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയെ, ജീരകപ്പൊടിയെ, തരി ജീരകപ്പൊടി, മല്ലിപ്പൊടി അച്ചാറല്ലേ, പിന്നെ കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ട വെച്ച പക്ഷേ ഇച്ചിരി ഉപ്പിടുവാണേ. പിന്നെ കായം ഇളക്കാം. ഇത് തൊലി കളഞ്ഞ കടുകാണേ, മഞ്ഞക്കടുക് ഇച്ചിരി ഇടുക. കരിഞ്ഞു പോലെ ഇതിനകത്തേക്ക് ഇതിടുക. നമ്മുടെ നാരങ്ങ തിരുമ്മി വെച്ച് പാത്രത്തിനകത്തേക്ക് ഞാൻ വിനാഗിരി ഇട്ടിട്ട് കഴുകിയെടുക്കുവാണേ. കുറച്ചധികം വിനാഗിരി ഒഴിക്കുവാണേ. പഞ്ചസാര കൂടെ
വെച്ചിട്ടുണ്ട്. തിളച്ച് സെറ്റായി ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം.